മലപ്പുറത്തു നിന്നാണ് വരുന്നത്. പെരുവള്ളൂരിൽ MDMAയുമായി 2 പേർ പിടിയിലായി. കാട്ടിലങ്ങാടി സ്വദേശി ജബീർ, ചെനക്കൽ സ്വദേശി മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. നമ്മളിന്നലെ വാഹനപരിശോധന നടത്തിയിട്ടുണ്ടായി. വാഹനപരിശോധന നടത്തിയത് ഒരു 27 ഗ്രാം MDMAയായിട്ട് 2 പ്രതികളെ വാഹനം സഹിതം അവർ സഞ്ചരിച്ചു വന്ന എൻഫീൽഡ് ബുള്ളറ്റ് അടക്കം 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ പിടിച്ചെടുത്ത് 27 ഗ്രാമോളം മെത്താംഫെറ്റമിൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരെന്ന് പറഞ്ഞാൽ ഒന്ന് മുഹമ്മദ്, അതായത് പുള്ളി പെരുവള്ളൂർ സ്വദേശിയാണ് മുഹമ്മദ്. പിന്നെ ഒരു ജബീർ, താനൂർ സ്വദേശിയായിട്ടുള്ള ജബീർ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ, വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? അനുജ, ഈ ആഘോഷ നാളുകളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പുറമേ നിന്ന് ബാംഗ്ലൂരിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ ഇങ്ങോട്ടേക്ക് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത്. പരിശോധനയിലാണ് പെരുവള്ളൂരിൽ നിന്ന് 28 ഗ്രാം MDMAയുമായിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തത്. താനൂർ കാട്ടിലങ്ങാടി സ്വദേശി ജാബിർ, അതോടൊപ്പം തന്നെ ചെനക്കൽ സ്വദേശി മുഹമ്മദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർ ഈ MDMA കടത്താൻ ഉപയോഗിച്ച ഇവരുടെ മോട്ടോർ സൈക്കിളും എക്സൈസ് സംഘമായിരുന്നു പരിശോധന നടത്തിയത്. എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിയിലാവുകയോ ഇവരിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടുകയും ഒക്കെ ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇവർ പലതരത്തിലുള്ള കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് എക്സൈസ് സംഘം പറയുന്നു. വിവാദമായിട്ടുള്ള താമിർ ജിഫ്രി കേസിലൊക്കെ ഇവർ 4ാം പ്രതികളും 5ാം പ്രതികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഈ കാട്ടിലങ്ങാടി സ്വദേശികളായിട്ടുള്ള ജാബിറും അതോടൊപ്പം തന്നെ ചെനക്കൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദും. ഇവരിൽ നിന്ന് 28 ഗ്രാം MDMAയാണ് പിടികൂടിയെടുത്തത്. വിൽപ്പനക്കെത്തിച്ച MDMA ആണ് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. അനുജ, ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.